നമ്മളിനി അന്താരാഷ്ട്ര തലത്തിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ സംഭവിച്ചെന്ന് അറിയുമ്പോൾ സിറിയയിലെ രക്തച്ചൊരിച്ചിൽ തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം. നമ്മൾ ആ വാർത്തയിലേക്കാണ് കടക്കുന്നത്. സിറിയയിൽ ബഷാർ അസദിന്റെ അനുയായികളും സിറിയൻ സുരക്ഷാ സേനയും തമ്മിൽ 2 ദിവസമായി നടന്ന ഏറ്റുമുട്ടലിൽ 1000-ലധികം പേരാണ് കൊല്ലപ്പെട്ടത്. കൊല്ലപ്പെട്ടവരിൽ 745 സാധാരണക്കാരെന്നും റിപ്പോർട്ടുണ്ട്. വിമതർ അധികാരമേറ്റ് 3 മാസത്തിന് ശേഷമാണ് സിറിയ വീണ്ടും യുദ്ധക്കളമാകുന്നത്. ഐഷത്തുൽ ഷംന ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഷംന, സിറിയയിലെ വാർത്തയിലേക്ക് വരുമ്പോൾ നമുക്ക് രക്തച്ചൊരിച്ചിലിന്റെ എണ്ണം പറയേണ്ട ഒരു അവസ്ഥയാണ്. 1000-ലധികം പേരാണ് അവിടെ കൊല്ലപ്പെട്ടെന്ന് പറയുന്നത്. 745 സാധാരണക്കാരുണ്ട് എന്നതാണ് ഏറെ വേദനിപ്പിക്കുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ ഷംന? ഭവ്യ, വലിയ രീതിയിലുള്ള ആക്രമണം, മാരകമായ ആക്രമണമാണ് ഇപ്പോൾ സിറിയയിൽ നടക്കുന്നത്. 14 വർഷങ്ങൾക്ക് മുൻപ് സിറിയയിൽ ആരംഭിച്ച ആഭ്യന്തര കലാപം അതിന്റെ ഏറ്റവും മാരകമായ അവസ്ഥയിലാണെന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. 745ഓളം സാധാരണക്കാർ കൊല്ലപ്പെട്ടു. ഒപ്പം തന്നെ 125 സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. 140-ലധികം മറ്റ് അസദ് അനുകൂലികൾ കൊല്ലപ്പെട്ടു. ഇത്തരത്തിലുള്ള വാർത്തകളാണ് വരുന്നത്. കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ചയായിരുന്നു ഈ ആഭ്യന്തര കലാപം വീണ്ടും അതിന്റെ ഏറ്റവും മൂർച്ഛമായ അവസ്ഥയിൽ തുടങ്ങിയത്. ഒപ്പം തന്നെ ഈ അസദ് ഭരണകൂടം താഴെ ഇറങ്ങിയതിനു ശേഷമുള്ള ആദ്യത്തെ 3 മാസത്തിനിടെ ഉണ്ടാകുന്ന കലാപമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ ഈ മേഖലയിൽ നിന്ന്, തീരദേശ മേഖലയിൽ നിന്നടക്കം വലിയ രീതിയിലുള്ള ഒരു പലായനം കൂടി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ അസദ് അനുകൂലികളുടെ ശക്തി കേന്ദ്രമായ മേഖലയിലായിരുന്നു ഈ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. ഒപ്പം തന്നെ സേനയുടെ വ്യോമാക്രമണം, ഈ അസദ് ഭരണകൂടത്തിന്റെ, അസദ് അനുകൂലികളുടെ ശക്തി കേന്ദ്രമായ മേഖലയിൽ സേനയുടെ വ്യോമാക്രമണം നടന്നു. അതിനുശേഷമാണ് ഈ കലാപം ഇത്തരത്തിൽ ഏറ്റവും വലിയ ഒരു സംഘർഷാവസ്ഥയിലേക്ക് കടക്കാൻ കാരണമായതെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ലഡാക്കിയ പ്രവിശ്യയിലെ ജബ്ല പട്ടണത്തിലാണ് ഈ ആക്രമണം പുറപ്പെട്ടത്. പിന്നീട് അത് മറ്റു പ്രദേശങ്ങളിലേക്ക് കൂടി വ്യാപിക്കുകയായിരുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ആക്രമണത്തിലേക്ക്, ഒരു കലാപത്തിലേക്ക് ചോരക്കളമായി കൊണ്ടിരിക്കുകയാണ് സിറിയ എന്ന വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഭവ്യ, തീർച്ചയായും അശാന്തമാണ് സിറിയ. ചോരക്കളി അത് അവസാനിക്കുന്നില്ലെന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ഐഷത്തുൽ ഷംന നൽകുന്നത്.